എനിക്ക് ഈ പ്രശ്നത്തില് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനെന്താ രാജു, നീ ചെയ്യേണ്ട സ്ഥാനത്ത് നിന്ന് എല്ലാം റോഹൻ ചെയ്തല്ലോ. അങ്കിളെ കാർ അവിടെ കിടപ്പുണ്ട്, നമുക്ക് കാറിലേക്ക് പോവാം. രാജു, വൃത്തിക്ക് പോവാം. സർ, റോഹനാണോ സാറിന്റെ മകൾ ഋതികയെ വിവാഹം ചെയ്യാൻ പോകുന്നത്? അങ്ങനൊരു വാർത്ത കേട്ടു, അത് ശരിയാണോ? അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ദയവേത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും തലയിടരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? നിങ്ങളൊന്ന് മാറിയുന്നേ. അങ്ങളെ, നമുക്ക് പോവാം. രാജുവാ, സാറ് വയ്ക്കോ, ഞാൻ വന്നോളാം. സർ, ഇതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? സർ പ്ലീസ്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും എപ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്യാതെ തെറ്റുകാരനാവുന്നതും കുറ്റവാളിയാവുന്നതും എല്ലാവർക്കും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നാൽ അധികം ആരും അറിയില്ല. പക്ഷേ അതുപോലെയല്ല ഈ പ്രശ്നം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് തന്നെ ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും എന്നിലേക്ക് തിരിഞ്ഞു. വെറും നിമിഷങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയും സൽപ്പേരും കളങ്കപ്പെട്ടു. ഞാൻ എന്തു പറഞ്ഞിട്ടും എന്റെ നിരപരാധിത്വം അംഗീകരിക്കാൻ കൂട്ടാക്കാതെ എല്ലാവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ശരിക്കും ഇനി എന്തെന്ന് ചിന്തിച്ചുപോയ നിമിഷങ്ങളായിരുന്നു അത്. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എനിക്ക് വേണ്ടി വാദിച്ചു. എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എല്ലാം വിഫലമായി. കാരണം എനിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള തെളിവുകളായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. എനിക്കെതിരെ എന്ത് ആരോപണങ്ങൾ ഉണ്ടായാലും എനിക്ക് വേണ്ടി അതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ച എന്റെ ഒപ്പം എന്റെ നിഴലായി കൂടെ ഉണ്ടായിരുന്ന രാജുവിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രാജു ഒന്നും ചെയ്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാൻ നിന്നപ്പോഴാ റോഹന്റെ വരവ്. എന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കളങ്കം മായ്ക്കാൻ കഴിയുന്ന ശക്തമായ തെളിവായിട്ട്. അകലെ